എല്ലാവർക്കും നമസ്കാരം. ബ്രേക്ക് ത്രൂ ക്ലാസ്സസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് +1 ഫിസിക്സ് എന്ന് റിവിഷൻ നടത്താൻ പോവുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട +1 ഫിസിക്സിലെ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതൊരു ക്ലാസ് അല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഒരു റിവിഷനാണ്. നിങ്ങളിത് മിനിമം ഇത്രയെങ്കിലും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും ഞാൻ ഇത്രയെങ്കിലും പഠിച്ചു, ഇതിലുള്ള കാര്യങ്ങളെ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പോവുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഭാഗങ്ങൾ, ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ പാഠത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ്, മിനിമം പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ഏതാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്, അത് എടുത്ത് കണ്ടതിന് ശേഷം വൃത്തിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് നൽകുന്നു. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിലേറ്റവും ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അളവുകളെക്കുറിച്ചും അതുപോലെ അവരുടെ യൂണിറ്റുകളെക്കുറിച്ചും പഠിക്കുന്ന പാഠമാണ്. അതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, അതിനുശേഷം നമ്മൾ അതിൻ്റെ യൂണിറ്റുകളെക്കുറിച്ച് പഠിക്കുന്നു. 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, CGS, MKS, FPS. അതിൽ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ എന്നറിയപ്പെടുന്നത് MKS സിസ്റ്റമാണ്, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് മറന്നു വരുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്നറിയാം. അതിൽ നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്: മാസ്, ലെങ്ത്, ടൈം, MLT. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡയമെൻഷനൊക്കെ എഴുതുക. ഡയമെൻഷൻ അനാലിസിസ് ഓർമ്മ വേണം. ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് ഡയമെൻഷൻ അനാലിസിസിൻ്റെ യൂസസ് ആണ് 3 യൂസസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ, ക്രിയേറ്റിംഗ് ന്യൂ ഇക്വേഷൻ, കൺവെർട്ടിംഗ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അങ്ങനെ 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ 3 ആപ്ലിക്കേഷനും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഏതാ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ് ഡയമെൻഷൻ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ നമുക്ക് ആവശ്യം. ആ 3 ആപ്ലിക്കേഷൻസ് പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു ഇക്വേഷൻ വന്നിട്ട് അതിൻ്റെ ചെക്കിങ് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, ഈ പറഞ്ഞ CGSൽ നിന്ന് MKSലേക്കോ MKSൽ നിന്ന് CGSലേക്കോ യൂണിറ്റ്സിൻ്റെ സിസ്റ്റത്തെ കൺവേർട്ട് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. ഇത് 3 ഡയമെൻഷൻ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷനാണെന്ന് മനസ്സിലാക്കണം. ഡയമെൻഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡയമെൻഷൻ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താണെന്ന് അറിയണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. അതിൽ പിന്നെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്, എററിനെ കുറിച്ച് വരുന്നുണ്ട്. എറർ എന്ന് പറഞ്ഞാൽ എന്താ? മെഷർമെൻറ്റിൽ എടുക്കുമ്പോൾ വരുന്ന തെറ്റാണ് എറർ. അബ്സല്യൂട്ട് വാല്യൂവിൽ നിന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷർമെൻറ്റിൻ്റെ ശരിക്കുള്ള വാല്യൂവിൽ നിന്നും നമ്മൾ മെഷർ ചെയ്ത വാല്യൂ, അതിനാണ് മെഷേർഡ് വാല്യൂ എന്ന് പറയുക. ആ മെഷേർഡ് വാല്യൂവിന് വന്ന തെറ്റിനെയാണ് എറർ എന്ന് പറയുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അബ്സല്യൂട്ട് വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ. അപ്പോൾ എററിനെ കുറിച്ച് പഠിക്കണം. എറർ 2 തരം എററുണ്ട്: സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ. റാൻഡം എററിൽ തന്നെ അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, ഇത്തരം കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിന്നൊരു പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ പാഠം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ പാഠമായി അത് പഠിച്ചൊന്ന് ഉറപ്പ് വന്നിട്ട് വരുത്തിയതിന് ശേഷം രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാം. രണ്ടാമത്തെ പാഠം ഏതായിരുന്നു? മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, 1 ഡയമെൻഷൻ മോഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വളരെ ചെറുത് മോഷൻ എന്താണെന്ന് ആദ്യം അറിയണം. എന്താ മോഷൻ? ചലനം. ചലനം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റിലേറ്റീവ് ആയിരിക്കും. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ചലിക്കുന്ന ഒരു വസ്തു, നിങ്ങൾ കാണുന്ന വസ്തു ചലിക്കുന്നെന്ന് തോന്നുന്നതിനുള്ള കാരണം ഒരു വസ്തു റെസ്റ്റിലുണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നതിനെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വാഹനം ചലിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കാണുന്നത് ആ വാഹനം ചലിക്കുന്നതാണ്. ഭൂമിയിൽ അല്ലെങ്കിൽ ടാറിട്ട റോഡിലൂടെ വാഹനം ചലിക്കുന്നത്, നമ്മൾ ഭൂമി ചലിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഭൂമിയെ നിശ്ചലാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഭൂമി കറങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ കാണുന്നത് നിശ്ചലമായി ഇരിക്കുന്ന ഭൂമിയിലൂടെ ചലിക്കുന്ന ഒരു വാഹനമാണ്. സത്യത്തിൽ ഭൂമി നിശ്ചലമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഭൂമിക്ക് പുറത്ത് നിന്നാൽ മനസ്സിലാവും ഭൂമി നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും സൂര്യൻ നിശ്ചലമാണ്, സൂര്യൻ തിരിയുന്നുണ്ട്, ഗാലക്സി തിരിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വസ്തു ചലിക്കുന്നു എന്ന് പറയുന്നത് അവിടെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടായിരിക്കും. നമ്മൾ നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വസ്തു ചലിക്കുന്നു എന്ന് പറയുന്നത്. ഞാനും വേറൊരാൾ കൂടി ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ, ഞങ്ങൾ അടുത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ബസ് ചലിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ചലിക്കുന്നില്ല, എൻ്റെ അടുത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാനും ചലിക്കുന്നില്ല. അതേസമയം ബസ്സിന് പുറത്തു നിന്നൊരാൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും ചലിക്കുന്നതായിട്ട് ആൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ സത്യത്തിൽ ആരെ ചലിച്ചേ? അതൊരു കൺഫ്യൂഷൻ ആട്ടോ, അത് നിങ്ങൾ കണ്ടുപിടിച്ചോ. അപ്പോൾ ചലനം എന്ന് പറയുന്നത്
റിലേറ്റീവ് ആണ്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 1 ഡയമെൻഷൻ മോഷനാണ്. ഒരു മോഷൻ്റെ ഒരു അളവിലുള്ള, നമ്മളത് എക്സ് വൈ സെഡ് 3 ആക്സിസുകൾ 3 ഡയമെൻഷൻ പറയും. അതിൽ ഒരു ഡയമെൻഷനിലുള്ള ചലനത്തെക്കുറിച്ച് മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ, ഈ പാഠത്തിൽ പഠിക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വാദമാണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രോബ്ലം ഷുവർ ക്വസ്റ്റൻ ആണ്. റിലേറ്റീവ് വെലോസിറ്റി അറിഞ്ഞിരിക്കണം. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി മറ്റൊരു വസ്തുവിൻ്റെ വെലോസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് വെലോസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റോഡിൽ നിൽക്കണം, ഒരു ബസ് പോകുന്ന സമയത്ത് ബസ്സിൻ്റെ സ്പീഡ് 60 km/h ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബസ്സിൻ്റെ വേഗത 60 km/h ആണ്, സംശയമില്ലല്ലോ. ഇനി ഞാൻ അതേസമയം ഞാൻ ബൈക്കുമ്പോൾ പോവാണ്, ബസ് അതേ സ്പീഡിൽ പോകണു, എൻ്റെ സ്പീഡ് 30 km സ്പീഡിൽ ഞാൻ ബൈക്കിൽ ആ ബസ്സിനെ ഫോളോ ചെയ്യാണ്. 2 സിറ്റുവേഷനാണ്. ഒന്ന്, ഞാൻ സ്റ്റേഷനറി ആയിട്ട് റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ബസ് കടന്നു പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബസ്സിൻ്റെ വെലോസിറ്റി 60 km/h ആണ്. പക്ഷെ അതേ ഞാൻ തന്നെ ബൈക്കിൽ 30 km/h വേഗതയിൽ ബൈക്കിൽ ബസ്സിനെ ഫോളോ ചെയ്യാണ്. ആ ഫോളോ ചെയ്യുന്ന സമയത്ത് ഞാൻ ബസ്സിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ബസ്സിൻ്റെ ഉള്ള ആരെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബസ് പോകുന്ന 60 km/h ഞാൻ ബസ്സിനെ ഫോളോ ചെയ്യുന്ന 30 km/h ഞാൻ ബസ്സിനെ നോക്കുമ്പോൾ എനിക്ക് ബസ് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന വേഗത 60 ഉണ്ടാവില്ല. കാരണം ഞാൻ 30 തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിന് വേഗത കുറവായിട്ട് തോന്നുള്ളൂ. എനിക്കത് തോന്നും 60 - 30 km/h ആയിട്ട് എനിക്ക് ആ ബസ്സിൻ്റെ വേഗത ഫീൽ ചെയ്യുള്ളൂ. അതേസമയം ഒരു ബസ് ഓപ്പോസിറ്റ് വരുന്നു, ഞാൻ ബൈക്കിൽ അങ്ങോട്ട് പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എല്ലാവരും നിത്യജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ ട്രെയിനിൽ പോകുന്ന ആളുകൾ, ബസ്സിൽ പോകുന്ന ആൾക്കാർ, വണ്ടിയിൽ പോകുന്ന ആൾക്കാർ, 2 വണ്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഒരു വണ്ടിയിൽ നിന്ന് മറ്റൊരു വണ്ടിയിലേക്ക്, വാഹനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിനുള്ള കാരണം എന്താ? റിലേറ്റീവ് വെലോസിറ്റിയാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് സ്പീഡ് തോന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക, മോഷൻ എന്ന് പറയുന്നത്, ചലനം എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ട് പറയുന്നതാണ്. സത്യത്തിൽ ഇവിടെ എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്, ഇനി നേരെ തിരിച്ചും പറയാം, ഒന്നും ചലിക്കുന്നില്ല എന്ന് പറയാം, അങ്ങനെയും പറയാം. അപ്പോൾ ഒന്നിനെ അടിസ്ഥാനമാക്കി മറ്റൊരു വസ്തു ചലിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബസ്സിൻ്റെ പുറകെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ, ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ എനിക്ക് ബസ്സിൻ്റെ വേഗത കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. ഇതൊരു കോൺസെപ്റ്റാണ്. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതേസമയം തന്നെ ആ ബസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എൻ്റെ ബാക്കിൽ കവർ ചെയ്തപ്പോൾ ഞാൻ ആ ഡയറക്ഷനിൽ പോകുമ്പോൾ, ഞാൻ ഈ ബൈക്കിൽ ഇരുന്നുകൊണ്ട് ബസ്സിൽ നോക്കുമ്പോൾ എനിക്ക് ആ ബസ്സിൻ്റെ വേഗത കൂടുതലായിട്ട് പോകുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് പോവാണ്. ട്രെയിനിലൊക്കെ പോകുന്ന ആളുകളാണ്, ബസ്സിൽ പോകുന്ന ആളുകളാണ്, നമുക്ക് ആലോചിച്ച് നോക്കി അറിയാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യുമ്പോൾ വേഗത കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഇതിനെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ ബസ്സിൻ്റെ വേഗത 60 km/h പുറത്തു നിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പോകുന്ന ബൈക്കിൻ്റെ വേഗത 30 km/h. ഞാൻ ബസ്സിനെ ഫോളോ ചെയ്യുമ്പോൾ ബൈക്കിലിരുന്ന് ഞാൻ ബസ്സിനെ നോക്കുമ്പോൾ എനിക്ക് വേഗത 30 തോന്നുള്ളൂ ബസ്സിൻ്റെ വേഗത. അതേസമയം ബസ് എനിക്ക് ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ 60 + 30 എനിക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നും. ഞാൻ ബൈക്കിലിരുന്ന് കൊണ്ട് ബസ്സിനെ നോക്കി എനിക്ക് സ്പീഡ് 90 തോന്നും. ബസ്സിലിരിക്കുന്ന ആൾ എന്നെ കാണുമ്പോഴും എൻ്റെ വേഗത 90 km/h ആയിട്ട് തോന്നും. ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിനെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുക. ഈ റിലേറ്റീവ് വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, പ്രോബ്ലംസ് വരാറുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻ. റിലേറ്റീവ് വെലോസിറ്റിയുടെ ഒരു ചോദ്യം ഉണ്ടാവും. ഏത് പാഠത്തിൽ നിന്ന്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. 3ാമത്തെ പാഠം. 2ാമത്തെ പാഠം നമ്മൾ കവർ ചെയ്തു. 3ാമത്തെ പാഠം മോഷൻ ഇൻ എ പ്ലെയിൻ, അല്ലെങ്കിൽ 3 ഡയമെൻഷൻ മോഷൻ. 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ മോഷൻ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സർഫസിലൂടെ ഉണ്ടാകുന്ന ചലനം. ഇതിൽ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്ന് പഠിക്കണം. അതിന് മുമ്പ് വെക്ടർ എന്താണെന്ന് പഠിക്കണം. ഇനി പ്രൊജക്ടൈൽ മോഷൻ്റെ അപ്ലിക്കേഷൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം കഴിഞ്ഞു. വെക്ടർ എന്താണെന്ന് അറിയണം. സദിശ അളവ്, അതിശ അളവ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വെക്ടർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ അനുസരിച്ച് മാറുന്ന അളവുകളെയാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുക. കറണ്ട് എന്ന് പറയുന്ന സാധനം, ഒരു ഉദാഹരണം എടുക്കാം കേട്ടോ. കറണ്ട് ഒരു പ്ലഗിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് കറണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേറെ സ്ഥലത്തേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളാണെങ്കിൽ അതേ വയറ് 4 റൗണ്ട് ചുറ്റിയിട്ട് കൊടുത്താലും കറണ്ടിൻ്റെ അളവിൽ മാറ്റം വരില്ല. കാരണം കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനും കറണ്ടിൻ്റെ അളവും തമ്മിലൊരു ബന്ധമില്ല. കറണ്ടാണ് ഒരു സ്കേലാർ, അതിനാണ് നമ്മൾ അതിശ അളവ് എന്ന് പറയുന്നത്. ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതേസമയം ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ അളവ് മാറുന്നതിനെ നമ്മളെന്ത് പറയും? സദിശ അളവ് എന്ന് പറയും. ഇതിനാണ് ഈ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന വസ്തു ഡയറക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുക. ഈ വെക്ടർ ക്വാണ്ടിറ്റി എന്താണെന്ന് പറയുന്നത്, യൂണിറ്റ് വെക്ടർ എന്താണെന്ന് പഠിക്കുന്നത്, അതൊക്കെ ആ പാഠത്തിൻ്റെ തുടക്കത്തിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് ആ പാഠത്തിൻ്റെ തുടക്കത്തിലുള്ളത്. പിന്നീട് വരുന്ന ആളാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനാണ് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. എന്താ പ്രൊജക്ടൈൽ മോഷൻ? ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയും പിന്നീട് ഗ്രാവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയും, മറ്റേ ഷോർട്ട് പുട്ടൊക്കെ മത്സരങ്ങൾ നമുക്ക് കാണാറുണ്ട്. ഒരു പ്രൊജക്ടൈൽ പാത്തിൽ
ഒരു പ്രൊജക്ടൈൽ മോഷനിൽ സംഭവിക്കുന്നതാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് പുട്ടൊക്കെ അതിന് ഉദാഹരണമാണ്. ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യും, അത് എന്ത് ചെയ്യും, പിന്നീട് അതിൻ്റെ ഗ്രാവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ മൂവ് ചെയ്യുന്ന മോഷനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുക. ഇനി പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കേണ്ട. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു പ്രൊജക്ടൈൽ മോഷനിൽ മാക്സിമം എത്ര ഹൈറ്റ് കവർ ചെയ്യാം, അത് 45 ഡിഗ്രിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം റേഞ്ചിൽ പോകും. അപ്പോൾ മൂന്ന് കാര്യങ്ങളുടെ ഡെറിവേഷൻ. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ, 2 മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ, 3 മാക്സിമം റേഞ്ചിൻ്റെ ഡെറിവേഷൻ, എത്ര ദൂരം അത് മാക്സിമം ചലിക്കും. ഈ 3 കാര്യങ്ങളാണ് പ്രൊജക്ടൈൽ മോഷനിൽ ചോദിക്കാറുള്ളത്. ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, പ്രോബ്ലം വരാറുണ്ട്, തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 45 ഡിഗ്രിയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ദൂരം കവർ ചെയ്യും. അടുത്ത പാഠമാണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ചലന നിയമങ്ങൾ. 9ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ചലന നിയമങ്ങൾ. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങൾ അതറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുകയാണത് 3ാമത്തെ ചലന നിയമത്തിൻ്റെ അപ്ലിക്കേഷൻ. പിന്നെ 3ാമത്തെ ചലന നിയമം, എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് റീകോയിൽ ഓഫ് ഗൺ. തോക്ക് കൊണ്ട് വെടിവെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് പുറത്തേക്കും തോക്ക് ബാക്കിലേക്കും പോകുമെന്നൊരു കാര്യം. അതിൻ്റെ തോക്ക് ബാക്കിലേക്ക് വരുന്ന വെലോസിറ്റി എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാവുന്ന ഇക്വേഷൻ, അത് പരീക്ഷയ്ക്ക് പഠിക്കണം, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മോഷൻ ഓഫ് ലിഫ്റ്റ്, ആ പടത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് മോഷൻ ഓഫ് ലിഫ്റ്റ്. ലിഫ്റ്റ് മുകളിലേക്കും താഴത്തേക്കും പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബാങ്കിങ് ഓഫ് റോഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ് എന്ന് പറയുന്ന സാധനം. വളവുകളിൽ റോഡുകളുടെ ഔട്ടർ എഡ്ജ് ഉയർത്തി വയ്ക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫ്രിക്ഷൻ. വളവുകൾ ഓട്ടോമാറ്റിക്കലി ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഫ്രിക്ഷന് പകരം വണ്ടികൾ കൺട്രോൾ ചെയ്യാനായിട്ട് റോഡുകളുടെ ഔട്ടർ എഡ്ജ് ഉയർത്തി വയ്ക്കുന്ന സമയത്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയും അങ്ങനെ വണ്ടികൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വണ്ടികൾ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് കൺട്രോൾ കിട്ടില്ല. അപ്പോൾ ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ഇക്വേഷൻ, എത്ര വെലോസിറ്റിയിൽ ഒരു വളവുള്ള റോഡിൽ മാക്സിമം ഒരു വാഹനത്തിന് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ മാക്സിമം ഒരു വാഹനം പോകേണ്ട വെലോസിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും മറക്കാതെ പഠിക്കേണ്ട കാര്യമാണ്. വിവിധ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാങ്കിങ് ഓഫ് കർവ്. ഈ പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? അപ്ലിക്കേഷൻ ഓഫ് തേർഡ് ലോ, അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ലീനിയർ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഈ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ അപ്ലിക്കേഷനാണ് റീകോയിൽ ഓഫ് ഗൺ. അതിന് ശേഷം വരുന്നതാണ് മോഷൻ ഓഫ് ലിഫ്റ്റ്. അതിനുശേഷം ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാങ്കിങ് ഓഫ് റോഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ്. അതെന്താണെന്ന് പറഞ്ഞു, വളവുകളിൽ റോഡുകളുടെ ഔട്ടർ എഡ്ജ്, വലത്തോട്ടാണ് വളവെങ്കിൽ ഇടത് ഭാഗം, ഇടത്തോട്ടാണ് വളവെങ്കിൽ വലത് ഭാഗം ഉയർത്തി വയ്ക്കുന്നു. അപ്പോൾ ഒരു ചെരിവ് അനുഭവപ്പെടും, റോഡിൻ്റെ ഒരു ചെരിവ് അനുഭവപ്പെടും. റോഡിന് ചെരിവ് വരുന്ന സമയത്ത് ഓൾറെഡി വളവുകളിൽ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ആ ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്ക് കൺട്രോൾ കിട്ടില്ല. വണ്ടിക്ക് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷന് പകരം നമ്മൾ റോഡ് ചിരിച്ചു വയ്ക്കുന്ന സമയത്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയും ഫ്രിക്ഷന് പകരം വണ്ടിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ബാങ്കിങ് ഓഫ് കർവുകളിൽ മാക്സിമം ഒരു വാഹനത്തിന് അച്ചീവ് പോകേണ്ട വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് വരാറുണ്ട്. തീർച്ചയായിട്ടും പഠിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയാണ് ഈ പറഞ്ഞ ലോസ് ഓഫ് മോഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത പാഠത്തിലേക്ക് പോകാം, വേഗം തന്നെ പോകാം. അടുത്ത പാഠം വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവർ എന്ന് പറയുന്ന പാഠം വളരെ എളുപ്പമാണ്. വർക്ക് എന്താണെന്ന് പഠിക്കുക, എനർജി എന്താണെന്ന് പഠിക്കുക, പവർ എന്താണെന്ന് പഠിക്കുക. പിന്നെ അവിടെ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് എനർജി കൺസർവേഷൻ, ലോ ഓഫ് എനർജി കൺസർവേഷൻ, ഊർജ്ജ സംരക്ഷണ സിദ്ധാന്തം. അത് നമ്മൾ ചെറിയ കാര്യത്തിൽ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. വൺ ടൈപ്പ് ഓഫ് എനർജി ക്യാൻ ചേഞ്ചസ് ഇൻ ടു അനദർ. അതാണ് എനർജി കൺസർവേഷൻ, ഊർജ്ജ സംരക്ഷണ സിദ്ധാന്തം. അതിൻ്റെ അപ്ലിക്കേഷൻ, അതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. ഒരു ബോള്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബോൾ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് ഇടണം. മുകളിൽ താഴ്ത്തേക്ക് ഇടുമ്പോൾ മുകളിലത്തെ പോയിന്റിലും ആ ട്രാവൽ ചെയ്യുന്ന സെൻട്രലത്തെ പോയിന്റിലും താഴ്ത്ത് വീഴുന്ന പോയിന്റിലും 3 പോയിന്റിലും അതിൻ്റെ എനർജി സെയിം ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സാധനത്തിലുള്ള എനർജിയാണ് ടോട്ടൽ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ ബോളിൻ്റെ 3 പോയിന്റിലെ എനർജി കണ്ടുപിടിക്കുക. ഒന്ന് നമ്മളിടുന്ന പോയിന്റ്, 2 അത് ട്രാവൽ ചെയ്ത് സെൻട്രൽ മീഡിയത്തിലെത്തുന്ന പോയിന്റ്, 3ാമത് താഴെ വരുന്ന ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഈ 3 പോയിന്റിലെയും എനർജി ഈക്വൽ ആണെന്ന് തെളിയിക്കുക. അതാണ് എനർജി കൺസർവേഷൻ്റെ പ്രൂഫ്. അപ്പോൾ ഇത് പഠിക്കണം, നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതും
ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് വർക്ക് എനർജി പവറിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത പാഠം റൊട്ടേഷണൽ ഡൈനാമിക്സ്. റൊട്ടേഷണൽ ഡൈനാമിക്സിൽ പഠിക്കാൻ എന്താ, അവിടെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. റിജിഡ് ബോഡി എന്താണെന്ന് പഠിക്കുന്നു. അതുപോലെ തന്നെ മൊമെൻ്റ് രണ്ട് ആക്സിസ് തിയറങ്ങൾ പഠിക്കണം. ഒന്ന് പാരലൽ ആക്സിസ് തിയറം, രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. രണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിലേക്ക് കിടക്കാം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പഠിക്കണം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, പിന്നെ ഒരു സ്റ്റിക്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഈ 3 ആളുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പഠിക്കണം. ആ 3 മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ അത് 3 ടൈപ്പിൽ, ഡയാമീറ്ററിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയായിരിക്കും, റേഡിയസിൽ എങ്ങനെയായിരിക്കും, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം, ഈ ആദ്യം പറഞ്ഞ 2 തിയറം അറിയണം. ഏത്? പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇതാണ് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ പഠിക്കാനുള്ളത്. അടുത്ത പാഠം ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ കെപ്ലേഴ്സിലോ പഠിക്കുന്നു. ഗ്രാവിറ്റി എന്താണെന്നൊക്കെ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. +2 അതിനെക്കുറിച്ച് ഒന്നും കൂടെ പഠിക്കാനുണ്ട്. ചെറിയ കാര്യങ്ങളായിട്ട് മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ട് +2 ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് അവിടെ എത്തുമ്പോൾ നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് പഠിക്കുന്നത് ഗ്രാവിറ്റി എന്താണ്, ഗ്രാവിറ്റേഷൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് എൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഓഫ് എ ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് ഒരു വസ്തു താഴത്തേക്ക് വീഴുന്നു, നിർബാധം, ഞാനൊരു ഫോഴ്സും കൊടുക്കാതെ എൻ്റെ കയ്യിൽ ഒരു വസ്തു കൊണ്ടെന്ന് വിചാരിക്കും, ഞാൻ വിട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് പോകും. അങ്ങനെ താഴത്തേക്ക് പോകുന്ന വസ്തുവിൻ്റെ, അത് ഭൂമിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ വസ്തു താഴത്തേക്ക് പോകുന്നത്. അങ്ങനെ ഫ്രീലി ഫോൾ ചെയ്യുന്ന ഒരു വസ്തു ഞാൻ താഴത്തേക്ക് വരണമെങ്കിൽ ഞാനായിട്ടൊരു ഫോഴ്സും കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അതിനെ പിടിവിടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് പോകും. അതിനെയാണ് ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. ഇങ്ങനെ ഫ്രീലി ഫോൾ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is equal to 9.8 m/s². ഇത് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇക്വറ്റോറിയൽ റീജിയനിലും പോളാർ റീജിയനിലും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ഓൾട്ടിറ്റ്യൂഡിലേക്ക്, ഹൈറ്റിലേക്ക് പോകുമ്പോഴും, അതേപോലെ തന്നെ ഭൂമി കുഴിച്ച് ഉള്ളിലേക്ക് ഡെപ്തിലേക്ക് പോകുമ്പോഴും ചേഞ്ച് വരും. അപ്പോൾ ഹൈറ്റിലേക്ക് പോകുമ്പോൾ എത്രത്തോളം മാറ്റം വരും, ഡെപ്തിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഈ പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ചേഞ്ച് വരും, കൂടുകയോ കുറയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്. അത് പഠിക്കണം. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൾട്ടിറ്റ്യൂഡ്, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ഡെപ്തിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് മാറ്റമാണ് വന്നതെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. അതേപോലെ തന്നെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് മാറ്റമാണ് വരികയെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡെറിവേഷനും പഠിക്കണം. അപ്പോൾ എന്താ അതിൻ്റെ സംഭവം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ സർഫസിലായിരിക്കും. അതാണ് നമ്മൾ ആ ഡെറിവേഷനിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. ഭൂമിയുടെ സർഫസിൽ നിന്ന് ഹൈറ്റിലേക്ക് പോയാലും, ഭൂമിയുടെ സർഫസ് പൊഴിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ഡെപ്തിലേക്ക് പോയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും എന്നൊരു കോൺസെപ്റ്റാണ് ആ ഡെറിവേഷനിൽ നമുക്ക് കിട്ടുക. അത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കണം. അതിൽ നിന്ന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭാഗമാണ്. ഒന്ന് എസ്കേപ്പ് വെലോസിറ്റി, 2 ഓർബിറ്റൽ വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്ലാനറ്റിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് ഒരു വസ്തുവിന് എസ്കേപ്പ് ആവാൻ, പുറത്തേക്ക് പോകാൻ വേണ്ട മിനിമം റിക്വയർമെൻറ്റ് ഓഫ് വെലോസിറ്റിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുക. എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് നമുക്ക് ഭൂമിയുടെ ആകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ട് പുറത്ത് കിടക്കാം. ഭൂമിയുടെ ആകർഷണ ബലത്തിൽ ഇരിക്കുന്ന, ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കോ, നമ്മൾ ഭൂമിയുടെ ആകർഷണ ബലത്തിലുള്ളതാണ്. ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപണം ഭൂമിക്ക് പുറത്ത് പോകണം. ഭൂമിക്ക് പുറത്ത് പോകണമെങ്കിൽ ആ പറഞ്ഞ റോക്കറ്റിന് മിനിമം ഒരു വെലോസിറ്റി വേണം. ആ മിനിമം ഒരു വെലോസിറ്റിക്ക് മുകളിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് പുറത്തേക്ക് കിടക്കാൻ പറ്റും. അപ്പം ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ മിനിമം ആവശ്യമായ വെലോസിറ്റീനെ വിളിക്കുന്ന പേരാണെന്ത്? എസ്കേപ്പ് വെലോസിറ്റി. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഓരോ പ്ലാനറ്റിനും ഓരോ എസ്കേപ്പ് വെലോസിറ്റി അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് അനുസരിച്ചിരിക്കും, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിന് മുമ്പ് എന്ത് പഠിക്കണം? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്നാണ് പഠിക്കണം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിൻ്റെ അടിസ്ഥാനത്തിൽ എസ്കേപ്പ് വെലോസിറ്റി വരുന്നത്, ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 km/s ആണ്. ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ മിനിമം സഞ്ചരിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ, അതിൽ കൂടുതൽ സ്പീഡിൽ ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ആ ഭൂമിയിൽ നിന്നൊരു വസ്തുവിന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ 11.2 km/s വേഗതയിൽ കൂടുതൽ സഞ്ചരിക്കണം. അതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുക. അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്.
അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്ലാനറ്റിനോ ഒരു സാറ്റലൈറ്റിനോ അതിൻ്റെ ഓർബിറ്റിൽ കറങ്ങാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ട മിനിമം വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. പിന്നെ ചോദിക്കുന്ന ചോദ്യം, ഈ ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്, പഠിക്കാൻ മറക്കരുത്, ഒരു ഡെറിവേഷനാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കെപ്ലേഴ്സിലോ മുമ്പ് പറഞ്ഞു, അതും ഓർത്ത് വയ്ക്കണം. 3 കെപ്ലേഴ്സ് ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +1 ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഉയർന്ന ബിരുദാനന്തര ബിരുദത്തിലൊക്കെ കെപ്ലറിൻ്റെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ കെപ്ലറിൻ്റെ തിയറത്തിൽ നിന്ന് ന്യൂട്ടൺ തിരിച്ചെത്തു. നമ്മൾ ആപ്പിൾ വീണ കഥയൊക്കെ ചെറിയ ക്ലാസ്സിൽ വെറുതെ പറയുന്നതാണ്. ന്യൂട്ടൺ തന്നില്ല, ആപ്പിൾ വീണുകൊണ്ടൊന്നല്ല ഗ്രാവിറ്റേഷനെ കുറിച്ച് ന്യൂട്ടൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് പല ശാസ്ത്രജ്ഞന്മാരും ഗ്രാവിറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഓർക്കാൻ ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പോയാൽ നമുക്ക് സമയമില്ല. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഗ്രാവിറ്റേഷനിൽ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. അടുത്ത പാഠമാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, പിന്നെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ രണ്ട് കാര്യമാണ് പഠിക്കാനുള്ളത്, പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് സ്ട്രെസ് സ്ട്രെയിൻ കർവ്, 2 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് അറിയണം. സ്ട്രെസ്സ് ഫോഴ്സാണ്, ഫോഴ്സ് ആക്ടിങ് ഓൺ സർഫസ് ഓർ സംതിങ്. നമ്മൾ പ്രഷർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോളിഡും അനുഭവപ്പെടുന്ന പ്രഷറാണ് സ്ട്രെസ്. ഈ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്, സ്ട്രെയിൻ. സ്ട്രെയിൻ ഈസ് എ ഡൈമെൻഷനൽ ലെസ് ക്വാണ്ടിറ്റി. ഡൈമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്, ചേഞ്ചാണ്, ലെങ്ത്തിൽ വരുന്ന വ്യത്യാസം. ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു സാധനത്തിന് കൊടുക്കുന്ന ഫോഴ്സ് മൂലം അതിൻ്റെ ലെങ്ത്ത് മാറി, ഏരിയ മാറി, വോളിയം മാറി. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ച്, ഡൈമെൻഷണൽ ചേഞ്ചാണ്. അതിൻ്റെ അളവിന് വരുന്ന സ്ട്രെസ്സ് കൊടുത്തത് മൂലം ഉണ്ടാകുന്ന ഒരു പിഞ്ഞാണം, അല്ലെങ്കിൽ ഒരു പാത്രം, ഒരു പ്ലേറ്റ്. ആ പ്ലേറ്റുമ്പോൾ ഞാനൊരു കൊട്ടുകൂട്ടി പ്ലേറ്റ് ഞളങ്ങി. ആ പ്ലേറ്റ് അപ്പോൾ പൊട്ടുന്നതാണ്, അതുമ്പോൾ തല്ലുന്നതാണ് സ്ട്രെസ്. ആ സ്ട്രെസ് മൂലം പിഞ്ഞാണം ഞളങ്ങി അല്ലെങ്കിൽ പ്ലേറ്റ് ഞളങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവിന് എത്രത്തോളം മാറ്റം വന്നു, ഞളക്കം വന്നു, അതാണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന അവസ്ഥേനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുക. പിന്നെ അവിടെ ഹുക്സ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഹുക്സ് ലോ ക്രിയേറ്റ് ചെയ്തു. അത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് വസ്തുവിനുണ്ടാകുന്ന സോളിഡ് പദാർത്ഥങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ട്രെയിനും വർദ്ധിക്കും. ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഓരോ വസ്തുവിനും സ്ട്രെസ് സ്ട്രെയിൻ തമ്മിലുള്ള റേഷ്യോ ഉണ്ട്. ഈ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോനെ സൂചിപ്പിക്കുന്ന കർവാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ആ ഗ്രാഫ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഓരോ പോയിന്റും സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഇലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് ബിഹേവിയർ, ഫ്രാക്ചർ പോയിന്റ്, ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഓരോ വസ്തുവിനും ഓരോ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഉണ്ടാവുക. ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ വസ്തുവിൻ്റെ ബലം മനസ്സിലാക്കാൻ സാധിക്കും. അത് പെട്ടെന്ന് കുറച്ച് ബലം കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടുന്ന വസ്തുവാണോ അതോ ലോങ് ലാസ്റ്റിംഗ് ആണോ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾക്കും ആ വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ വസ്തുവിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ വസ്തു ഇലാസ്റ്റിക് ആയിട്ടുള്ള പദാർത്ഥമാണോ, ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള പദാർത്ഥമാണോ, അത് പെട്ടെന്ന് പൊട്ടുന്ന പദാർത്ഥമാണോ, അത് കുറേ നാൾ വലിച്ചു നീട്ടാൻ പറ്റുന്ന പദാർത്ഥമാണോ. അതിന് സ്ട്രെസ് കൊടുക്കുന്നതിനനുസരിച്ച് അതിന് എത്രത്തോളം സ്ട്രെയിൻ ഉണ്ടെന്ന് നമുക്ക് ആ സ്ട്രെസ് സ്ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അറിയേണ്ട കാര്യം, എപ്പോഴും ഓർത്ത് വയ്ക്കുക, എല്ലാത്തിനും ഒരേ സ്ട്രെസ് സ്ട്രെയിൻ കർവല്ല. ഓരോ പദാർത്ഥത്തിനും ഓരോ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ആ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കിയിട്ട് ഒരു വസ്തുവിൻ്റെ ഇലാസ്റ്റിസിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പ്രധാന പോയിന്റാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. പറഞ്ഞു, സ്ട്രെസ്സും മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറയുന്നതിന് ഡയമെൻഷൻ ഇല്ല. സ്ട്രെസ്സിന് പ്രഷറിൻ്റെ അതേ ഡയമെൻഷനാണ് എന്തിനുള്ളത്, സ്ട്രെസ്സിനുള്ളത്. പ്രഷറിൻ്റെ ഡയമെൻഷനും സ്ട്രെസ്സിൻ്റെ ഡയമെൻഷനും സെയിം ആണ്. അപ്പോൾ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്, സ്ട്രെയിൻ ഇസ് എ ഡയമെൻഷനൽ ലെസ് യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി. യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് എന്ത്, സ്ട്രെയിൻ. അതിൻ്റെ റേഷ്യോ പറയുന്ന, അല്ലെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ പറയുന്ന റൂൾ ഓഫ് ഹുക്സിലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിക്കുക. രണ്ടാമത്തെ കാര്യം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അവിടെ നമ്മൾ 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കുന്നുണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയറിംഗ് മോഡുലസ്. യങ്സ് മോഡുലസ്, ഷിയറിംഗ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കുന്നുണ്ട്. പരീക്ഷാ തലത്തിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് യങ്സ് മോഡുലസ്. സ്റ്റീലിലാണ് യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതൽ. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ അടിസ്ഥാനത്തിൽ പല ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ബ്രിഡ്ജൊക്കെ പണിയുമ്പോൾ ഷേപ്പിൽ ബ്രിഡ്ജിൻ്റെ എന്താ പറയുക, ബ്രിഡ്ജിൻ്റെ പാലത്തിൻ്റെ
തൂണുകൾ പണിയുന്നത് ഐ ഷേപ്പിൽ പണിയാനുള്ള കാരണം ഈ പറഞ്ഞ ഐ ഷേപ്പിന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്, യങ്സ് മോഡുലസ് കൂടുതലാണ്. ഏറ്റവും യങ്സ് മോഡുലസ് കൂടിയ സാധനമാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. എന്താ യങ്സ് മോഡുലസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം, യങ്സ് മോഡുലസ് കൂടുതലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളൊരു വസ്തുവിന് കുറേ സ്ട്രെസ് കൊടുത്താൽ മാത്രമേ കുറച്ചെങ്കിലും സ്ട്രെയിൻ ഉണ്ടാവുള്ളൂ. ചില വസ്തുക്കൾ നമ്മൾ തൊടുമ്പോഴേക്കും പൊട്ടിപ്പോകും, അതിനൊക്കെ യങ്സ് മോഡുലസ് തീരില്ല. സ്റ്റീലിൻ്റെ പ്രത്യേകത ആലോചിച്ച് കുറേ നിങ്ങൾ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ കുറേ സ്ട്രെസ് കൊടുത്താൽ മാത്രമേ ആ സ്റ്റീലിന് കുറച്ചെങ്കിലും സ്ട്രെയിൻ മാറ്റം വരുത്താൻ സാധിക്കൂ. അങ്ങനെ കുറേ സ്ട്രെസ് കൊടുക്കുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ഉണ്ടാകുന്ന വസ്തുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് യങ്സ് മോഡുലസ് കൂടുതലാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏരിയയുടെ അടിസ്ഥാനത്തിൽ, വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഉണ്ട്. യങ്സ് മോഡുലസ് ഉണ്ട്, ഷിയറിംഗ് മോഡുലസ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസിൻ്റെ പ്രത്യേകത എന്താ? ഒരു വസ്തുവിൻ്റെ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ, ആ റേഷ്യോ ആണ്. ലീനിയർ സ്ട്രെസ്സും ലീനിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് യങ്സ് മോഡുലസ്. ഈ യങ്സ് മോഡുലസ് കൂടിയ മെറ്റീരിയലാണ് സ്റ്റീൽ. അതിൻ്റെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, 2 യങ്സ് മോഡുലസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൻ്റെ മെക്കാനിക്സ്. ഈ പാഠം കുറച്ച് ലെങ്തി പോർഷനാണ്, വലിയ പാഠമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്ന്, പാസ്കൽ ലോ. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം കേട്ടോ. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ചെയ്യുന്ന എന്തും ഫ്ലൂയിഡാണ്. ഫ്ലോ ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡും വരും, ഗ്യാസും വരും, 2 ഫ്ലൂയിഡാണ്. ഈ പറഞ്ഞ ലിക്വിഡിനും ഗ്യാസിനും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് മെക്കാനിക്സ് ആണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെയാണ് പാസ്കൽ ലോ. പാസ്കൽ ലോ എന്ന് പറയുന്നത് ഫ്ലൂയിഡിൻ്റെ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ലോ ആണ് പാസ്കൽ ലോ. റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഒരു പോയിന്റിൽ കൊടുക്കുന്ന പ്രഷർ എല്ലാ പോയിന്റിലും ഈക്വലായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് പാസ്കൽ ലോ. ആ പാസ്കൽ ലോൻ്റെ അപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. ഹൈഡ്രോളിക് ആയിട്ട് വരുന്ന ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് എലിവേറ്റർ, ഹൈഡ്രോളിക് ബ്രേക്ക്, ഇതൊക്കെ പാസ്കൽ ലോന് എക്സാമ്പിളാണ്. അപ്പോൾ പാസ്കൽ ലോ എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. അതിനുശേഷം അതിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ടോറിസെല്ലി ലോ, ടോറിസെല്ലി സ്പീഡ് ഓഫ് റിഫ്ലക്സ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്നൊക്കെ പഠിക്കണം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠത്തിൽ നിന്ന് വരുന്ന കാര്യമാണ് ഈ പറഞ്ഞ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണെന്നും അതിൻ്റെ ഡെറിവേഷൻ പഠിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട കാര്യമാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഷുവർ ക്വസ്റ്റ്യൻ. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ അപ്ലിക്കേഷൻ, 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലിക്കേഷനൊക്കെയാണ് ഈ അറ്റോമൈസർ, നമ്മൾ സ്പ്രേയില്ലേ അറ്റോമൈസർ, അതുപോലെ തന്നെ സ്വിങ്ങിങ് ഓഫ് ബോൾ, മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്ന സ്വിങ്ങിങ് ഓഫ് ബോൾ, എക്സെട്ര. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. അതിൻ്റെ ഡെറിവേഷൻ പക്കയായിട്ട് പഠിച്ചിട്ട് പോകണം. കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഈ പറഞ്ഞ ബെർണോളിസ് പ്രിൻസിപ്പിൾ, ടോറിസെല്ലിയുടെ സ്പീഡ് ഓഫ് റിഫ്ലക്സ്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ കാപ്പിലാരിറ്റി. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വെള്ളം ഈ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്ന സാധനത്തിന് കാപ്പിലറി റൈസ്, കാപ്പിലറി ഫോൾ എന്ന് പറയാം. അതിൻ്റെ കാപ്പിലറി റൈസ് സംഭവിക്കുമ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രിൻസിപ്പിളൊക്കെ, കറോക്സിൻ ലാമ്പ്, മണ്ണെണ്ണ വിളക്ക് കത്തുന്നതൊക്കെ കാപ്പിലറി റൈസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കാപ്പിലറി റൈസ് അത് ഒരു വസ്തു എത്രത്തോളം ഹൈറ്റ്, കാപ്പിലറി റൈസിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദ്യം വരാറുണ്ട്. അത് പഠിച്ചു പോകണം. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സർഫസ് ടെൻഷൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞ കാപ്പിലറി റൈസിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഒരു ഹോളിൽ ഇത്ര റേഡിയസുള്ള ഹോളിലൂടെ വെള്ളം എത്ര ഹൈറ്റ് വരെ കടന്നു പോകും, അതിനൊരു ഡെറിവേഷൻ്റെ ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് എന്ന് പറയുന്ന ഡെറിവേഷൻ പഠിച്ചു പോകണം. സർഫസ് ടെൻഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ അതിൽ വെച്ച് നോക്കുന്ന കാര്യങ്ങൾ ഡ്രോപ്പ്, ബബിൾ, 2 തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ സർഫസ് എനർജി, ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. ഡ്രോപ്പിൻ്റെയും ബബിളും തമ്മിലുള്ള വ്യത്യാസം മറക്കാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ 2 പാഠം കവർ ചെയ്തു. പിന്നെ വരുന്ന പാഠമാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, അടുത്ത പാഠമാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പോർഷൻ്റെ ഇൻട്രൊഡക്ഷനാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഒരു വസ്തുവിന് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ആ വസ്തുവിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിനെ കുറിച്ച്
കുറിച്ച് പഠിക്കുന്നതാണ് തെർമോഡൈനാമിക്സ്. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോർഷനാണ്, അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ പാർട്ടാണ്, അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ്റെ ഒരു ചാപ്റ്റർ ആയിട്ടാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിക്കുന്നത്. ഇവിടെ കുറേ 10ാം ക്ലാസ്സിൽ ഇത് ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പുതിയ സിലബസ് അനുസരിച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് ഹീറ്റ് എന്ന് പറഞ്ഞ പാഠം ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 10ാം ക്ലാസ്സിൽ ഹീറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗത്തിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ് പ്ലസ് വണ്ണിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിക്കുന്നത്. അവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹീറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അവിടെ നമ്മൾ സിസ്റ്റം, സറൗണ്ടിങ് എന്ന് പറയുന്ന പുതിയ 2 ടേം ഉപയോഗിക്കുകയാണ്. ഈ പ്ലസ് വൺ ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കെമിസ്ട്രിയിലും തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ട്. ഫിസിക്സിൽ തെർമോഡൈനാമിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാക്രോസ്കോപ്പിക് വേരിയബിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറയുന്നത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. അതെപ്പോഴും ഓർമ്മ വേണം. ശരി, ഇനി തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് ഹീറ്റിനെ കുറിച്ച് പഠിക്കുന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഇത്തരത്തിലുള്ള ബോയിലിംഗ് പോയിന്റ് എന്ന്, മെൽറ്റിംഗ് പോയിന്റ് എന്ന്, ഇത്തരം കാര്യങ്ങളാണ് ഇൻട്രഡക്ഷൻ പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി ആ പറഞ്ഞ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ 3 തരം പ്രോസസ്സുകൾ പഠിക്കുന്നുണ്ട്. 4 തരം പ്രോസസ്സുകൾ പഠിക്കുന്നുണ്ട്. ഐസോകോറിക് പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, ഐസോതെർമൽ പ്രോസസ്സ്, അഡിയാബാറ്റിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുക. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സുകളെയാണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുക. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുക. അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റവും സറൗണ്ടിങ്ങും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്ത പ്രോസസ്സുകളെ, സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്ത പ്രോസസ്സുകളെയാണ് അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. 4 പ്രോസസ്സുകളുടെ ഒരു ഇൻട്രഡക്ഷൻ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഈ 4 പ്രോസസ്സുകളുടെ വർഡൻ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ചോദ്യമാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് മറക്കാതെ പഠിക്കണം. അത് എന്താണ് നിയമമെന്നും, ന്യൂട്ടൻ്റെ തണുത്ത നിയമമൊന്നുമല്ല, ഒരു വസ്തു തണുക്കുന്നതിൻ്റെ നിരക്ക് അടിസ്ഥാനത്തിൽ ഒരു വസ്തു നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു തണുക്കുന്ന നിരക്ക് എത്ര വേഗതയിൽ അത് തണുക്കും എന്നതിൻ്റെ നിരക്കിനെ കുറിച്ച് ന്യൂട്ടൺ ഒരു വസ്തുവിനെ തണുപ്പിക്കുന്നതിനെ കുറിച്ച് ന്യൂട്ടൺ പഠിച്ചപ്പോൾ ന്യൂട്ടൺ ക്രിയേറ്റ് ചെയ്ത ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു വസ്തു തണുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നിങ്ങളൊരു AC റൂമിൽ കയറിയിരുന്നാൽ നിങ്ങൾക്ക് തണുവ് അനുഭവപ്പെടാനുള്ള കാരണം എന്താ? നിങ്ങളുടെ ബോഡി ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക, നിങ്ങളിരിക്കുന്ന സ്ഥലം സറൗണ്ടിങ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബോഡിയും നിങ്ങളിരിക്കുന്ന സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണോ ആ മെയിൻ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ബോഡിയുടെ തണവ്. നിങ്ങൾക്ക് ബോഡിയിൽ എത്ര സ്പീഡിൽ അല്ലെങ്കിൽ എത്ര നിരക്കിൽ നിങ്ങൾക്ക് തണവ് അനുഭവപ്പെടുക എന്ന് പറയാം. ഒരു വസ്തുവിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ വസ്തു എത്ര സ്പീഡിൽ അത് തണുക്കും എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ പറഞ്ഞ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അവിടെ നമ്മൾ പഠിക്കുന്നത് എത്ര വേഗതയിൽ ഒരു വസ്തുവിനെ തണുപ്പിക്കാം. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എത്ര പറയുന്നു? ഒരു വസ്തു തണുക്കുന്നതിൻ്റെ നിരക്ക് റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മീൻ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്. സറൗണ്ടിങ്ങും ബോഡിയും, സിസ്റ്റവും സറൗണ്ടിങ്ങും അത്ര എടുത്താൽ മതി. ഒരു വസ്തുവും ആ വസ്തു ഇരിക്കുന്ന ചുറ്റുപാടും, ആ വസ്തുവിൻ്റെ താപനിലയും അതിൻ്റെ സറൗണ്ടിങ്ങിൻ്റെ താപനിലയും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും ആ വസ്തുവിന് തണവിൻ്റെ നിരക്ക് ഉണ്ടാവുക. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. T1 - T2/2 T പ്രപ്പോർഷണൽ ടു T1 + T2/2 - T എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം. അപ്പോൾ അവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതിൻ്റെ നമ്മളൊരു വസ്തു വയ്ക്കുമ്പോൾ ആ വസ്തു തണുക്കുന്നത് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ന്യൂട്ടൺ ആ ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ലോ ഓഫ് കൂളിംഗ് പഠിക്കാതെ പോരുത്. ഷുവർ ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഡെറിവേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിക്കാനുള്ളത്. അടുത്ത പാഠം, ഈ പാഠത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന അടുത്ത പാഠമാണ് തെർമോഡൈനാമിക്സ്. ആ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന മുമ്പ് തന്നെ പറഞ്ഞു ഹീറ്റിനെ കുറിച്ച്, ഹീറ്റ് കൊടുക്കുന്ന മുമ്പ് ഒരു വസ്തുവിനുണ്ടാവുന്ന ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നതാണ് തെർമോഡൈനാമിക്സ്. അതിൽ നമ്മൾ 3 ലോ പഠിക്കുന്നുണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഹീറ്റ് എഞ്ചിനാണ്. ആ ഹീറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനം ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന
ഡിവൈസാണ് ഹീറ്റ് എൻജിൻ. ആ ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എഫിഷ്യൻസി കുറവായി, ഹീറ്റ് എൻജിന് പൊതുവെ എഫിഷ്യൻസി കുറവായതുകൊണ്ട് ഒരു ഐഡിയൽ കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുന്നൊരു കേസാണ് കാർനോട്ട് എൻജിൻ. കാർനോട്ട് എൻജിൻ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. കാർനോട്ട് എൻജിൻ ഈസ് എ കോൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ നിക്കോളാസ് സാഡി കാർനോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റാണ് കാർനോട്ട് എൻജിൻ. ഒരു ഐഡിയൽ കേസാണ്, ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻജിൻ. അതൊരു എൻജിൻ ഇല്ല, 100% എഫിഷ്യൻ്റായിട്ടൊരു എൻജിൻ ഇല്ല. നമ്മൾ ആ എൻജിൻ്റെ മോഡൽ എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ എൻജിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻജിൻ എങ്ങനെ, ഹീറ്റ് എൻജിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, കാർനോട്ട് എൻജിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു. കാർനോട്ട് എൻജിൻ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതിൻ്റെ ആ കാർനോട്ട് എൻജിൻ്റെ പ്രോസസ്സുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ കാർനോട്ട് എൻജിൻ്റെ റിവേഴ്സിബിൾ പ്രോസസ്സായതുകൊണ്ട് ആ പ്രോസസ്സ് നമ്മളായിട്ട് ടോട്ടൽ സമ്മനെ വിളിക്കുന്നതാണ് കാർനോട്ട് സൈക്കിൾ. അത് ചോദിക്കാറുണ്ട്, പഠിച്ചു പോകണം, മറക്കരുത്. ഈ ഹീറ്റ് എൻജിൻ എന്താണെന്നും കാർനോട്ട് എൻജിൻ എന്താണെന്നും അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ, ഇത്തരം കാര്യങ്ങൾ പഠിച്ചു പോകണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചു പോകണം. അതേപോലെ തന്നെ റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തനം പഠിച്ചു പോകണം. അതാണ് ആ റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തനത്തിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. അവസാന ഭാഗമാണ്, അവസാനത്തെ 2 ചാപ്റ്ററുകളുണ്ട്. ഒന്ന് ഓസിലേഷൻ, പിന്നെ വേവ്സ്. രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് പഠിക്കാവുന്ന, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാവുന്ന 2 ഭാഗങ്ങളാണ്. ഒന്ന് ഓസിലേഷൻ, പിന്നെ ഒന്ന് വേവ്സ്. ഓസിലേഷൻ എന്താണെന്ന് നമ്മൾ 9ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഓസിലേഷൻ അതുപോലെ ഹാർമോണിക് മോഷൻ വേണമെങ്കിൽ പറയാം. ഓസിലേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ള 2 കാര്യങ്ങൾ, ഒന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് പഠിക്കണം. സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM. ആ SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഷുവറായിട്ട് പഠിക്കണം. ആ SHMൻ്റെ ജനറൽ ഫോം പഠിക്കണം. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആക്സിലറേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഓസിലേഷൻ എന്ന പാഠത്തിൽ പഠിക്കാനുള്ളത്. വെറുതെ കേട്ടുപോരുത്, പഠിച്ചിട്ട് തന്നെ പോകണം. എല്ലാവരും ചോദിക്കുന്നതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SHMൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക. അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അടുത്ത് വരുന്നൊരു കാര്യമാണ് വേവ്സ് എന്ന് പറഞ്ഞ പാഠം. ഏറ്റവും അവസാനത്തെ പാഠമാണ് വേവ്സ്. വേവ്സ് എന്താണെന്ന് നമുക്കറിയാം. ഹാർമോണിക് മോഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വേവ്സ്. അതിൻ്റെ കണ്ടിന്യൂസ് പോർഷനായിട്ട് വേണമെങ്കിൽ പറയാം. ആ വേവ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ എഫക്റ്റാണ് ഡോപ്ലർ എഫക്റ്റ്. എന്താ ഡോപ്ലർ എഫക്റ്റ്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 വസ്തുക്കളുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. എൻ്റെ സൗണ്ടിനൊരു ഫ്രീക്വൻസി ഉണ്ട്. എല്ലാ സൗണ്ടും അല്ലെങ്കിൽ എല്ലാ വേവ്സിനും ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. സൗണ്ട് ഒരു വേവ് ആയതുകൊണ്ട് ഒരു എക്സാമ്പിൾ എടുത്തുള്ളൂ. എൻ്റെ സൗണ്ടിനൊരു ഫ്രീക്വൻസി ഉണ്ട്, നിങ്ങളുടെ സൗണ്ടിനൊരു ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ രണ്ട് വ്യത്യസ്ത ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്ന വസ്തു, ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ആ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറാണ്. എൻ്റെ തോട്ടിൽ നിന്നാണ് സൗണ്ട് വരുന്നത്, നിങ്ങൾ അത് കേൾക്കുന്ന ആളാണ്. അപ്പോൾ ദർ ഈസ് എൻ ലിസണർ, എൻ്റെ സോഴ്സ് ഓഫ് സൗണ്ട് ഉണ്ട്, ഞാനാണ് സോഴ്സ് ഓഫ് സൗണ്ട്, നിങ്ങളാണ് ലിസണർ. അപ്പോൾ എൻ്റെ എൻ്റെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ ഇനി നടന്നുകൊണ്ട് സംസാരിക്കാം, എനിക്ക് കിടന്നുകൊണ്ട് സംസാരിക്കാം, ഓടിക്കൊണ്ട് സംസാരിക്കാം. നിങ്ങൾക്ക് അതേപോലെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കാം, നടന്നുകൊണ്ട് കേൾക്കാം, കിടന്നുകൊണ്ട് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കേൾക്കാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡോപ്ലർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേവിൻ്റെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സിൻ്റെ ചലനം മൂലമോ, അല്ലെങ്കിൽ ആ വേവ് ഒബ്സർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വേവ് ലിസൺ ചെയ്യുന്ന ആളുടെ ചലനം മൂലമോ, ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ രണ്ടിൻ്റെയും ചലനം മൂലമോ ഫ്രീക്വൻസിയിൽ മാറ്റം വരാം. ഇതാണ് ഡോപ്ലർ എഫക്റ്റ്. വളരെ സിമ്പിളാണ്. ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സിൻ്റെ ചലനം മൂലമോ, അല്ലെങ്കിൽ ആ വേവിൻ്റെ ലിസണറുടെ ചലനം മൂലമോ, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ചലനം മൂലമോ വേവിൻ്റെ ഫ്രീക്വൻസിക്ക് മാറ്റം സംഭവിക്കും എന്നാണ് ആര് പറയുന്നത്? ഡോപ്ലർ പറയുന്നത്. ഇതാണ് ഡോപ്ലർ എഫക്റ്റ്. നമ്മൾ ഇതിന് വളരെ വലിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന, ലാൻഡ് ചെയ്യുന്ന സമയത്ത് എയറോപ്ലെയിൻ്റെ ലാൻഡിങ് ടൈമിൽ ഈ എയറോപ്ലെയിൻ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ ഒരു റിസീവർ ഉണ്ടാവും, എയറോപ്ലെയിൻ എന്ന് പറയുന്ന ഒരു സോഴ്സ് ഉണ്ടാവും. അവിടെ വേവ്സിൻ്റെ സോഴ്സിൻ്റെ ചലനം മൂലമോ അല്ലെങ്കിൽ ലിസണറുടെ ചലനം മൂലമോ ആ പറഞ്ഞ വേവ്സിന് ഫ്രീക്വൻസിയിൽ മാറ്റം വരും. അപ്പോൾ സോഴ്സിൻ്റെ ചലനം മൂലം വരുന്ന ഫ്രീക്വൻസി എന്താണ്, അതിൽ പ്രോബ്ലം പഠിക്കാനുണ്ട്. വളരെ അധികം ഡീപ്പായിട്ട് നമുക്കിപ്പോൾ പറയാനുള്ള സമയത്ത് നിങ്ങൾ പഠിക്കുക.
സോഴ്സ് ചലനം മൂലം ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റം എന്താണ്, അതേപോലെ തന്നെ ലിസണറുടെ ചലനം മൂലം ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റം എന്താണ്, ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ഫ്രീക്വൻസിയിൽ മാറ്റം വരും, വെലോസിറ്റിയിൽ വരുന്ന വ്യത്യാസം ഇക്വേഷൻ അനുസരിച്ച് പഠിക്കണം. അപ്പോൾ ദർ ഇസ് എൻ അപ്പാരൻറ്റ് ഫ്രീക്വൻസി, അവിടെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, അതിന് റിയൽ ആയിട്ടൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പോൾ ഞാനിരുന്ന് വർത്തമാനം പറയുമ്പോൾ, ഞാൻ ചലിച്ചുകൊണ്ട് വർത്തമാനം പറയുമ്പോഴും കേൾക്കുന്ന നിങ്ങൾക്ക് സൗണ്ടിൽ വ്യത്യാസം വരാം. കാരണം എൻ്റെ ശരിക്കുള്ള ഫ്രീക്വൻസി എൻ്റെ ചലനം മൂലം മാറ്റം വരും, അതിനാണ് അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്കും എന്ത് വരും, ഞാൻ പറയുന്നത് നിങ്ങൾ ചലിച്ചാലും നിങ്ങൾക്കും ആ പറഞ്ഞ കേൾക്കുന്ന സമയത്ത് ആ ഫ്രീക്വൻസിയിൽ മാറ്റം വരും. ഇതാണ് ഡോപ്ലർ എഫക്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, പ്രോബ്ലം വരാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യനാണ് ഡോപ്ലർ എഫക്റ്റ് പഠിച്ചു പോകണം. ഇതാണ് കോൺസെപ്റ്റ്. ഫ്രീക്വൻസി മാറും. എപ്പോൾ മാറും? ഒന്നുമില്ല സോഴ്സിന് മാറ്റം വന്നാൽ മാറും, അല്ലെങ്കിൽ വേവിൻ്റെ ലിസണർക്ക് മാറ്റം വന്നാൽ മാറും, അല്ലെങ്കിൽ രണ്ടും മാറിയാലും ഫ്രീക്വൻസിയിൽ മാറ്റം വരും. അതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം. സോഴ്സ് ചിലപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിൻ്റെ സൗണ്ട് അങ്ങ് അകലയിൽ നിന്ന് കേൾക്കാം. അത് അടുത്തേക്ക് വരുമ്പോൾ ആ സൗണ്ടിൽ മാറ്റം വരും, കാരണം ആ സോഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേ ലിസണർ ഒരു സ്ഥലത്ത് നിൽക്കുന്നതിന് പകരം ലിസണർ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ചിലപ്പോൾ മാറുന്നതിനനുസരിച്ചും ഈ പറഞ്ഞ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിക്ക് മാറ്റം വരാം. സൗണ്ട് ഒരു വേവാണ്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേവ്സിൽ പഠിക്കാനുള്ള കാര്യം. പിന്നെ നമ്മൾ വേവ്സിൽ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് ഒക്കെയാണ് ആ പാഠത്തിലുള്ളത്. അതുപോലെ തന്നെ ഹാർമോണിക്, മോഡ് ഓഫ് ഹാർമോണിക് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ ആൻറ്റിനോഡ്, നോഡ്, ഓവർടോൺ, ഇങ്ങനെ 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് പല ടൈപ്പ് വൈബ്രേഷൻസ് ഉണ്ട്. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, അത് മറക്കരുത്. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകണം. അതുപോലെ മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ, ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ, ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് വൈബ്രേഷനെ പഠിക്കാനുണ്ട്. അതിൽ വരുന്നതാണ് ആൻറ്റിനോഡ്, നോഡ്, ഓവർടോൺ. 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ആൻറ്റിനോഡിനേക്കാളും ഒന്ന് കൂടുതലായിരിക്കും നോഡ്, ആൻറ്റിനോഡിനേക്കാളും ഒന്ന് കുറവായിരിക്കും ഓവർടോൺ. OAN എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് ഇത് പോകുന്നത്. ON എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരു വൈബ്രേഷനിൽ 4 ഓവർടോൺ ഉണ്ടെങ്കിൽ അതിൽ 5 ആൻറ്റിനോഡ് ഉണ്ടാവും, അതിൽ 6 നോഡ് ഉണ്ടാവും. അതൊരു ഓർഡറിൽ വരുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു വൈബ്രേഷൻ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണെന്ന് വയ്ക്കുക, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണെന്ന് വയ്ക്കുക. അതിനർത്ഥം അതിൽ 3 ആൻറ്റിനോഡ് ഉണ്ട്, 4 നോഡ് ഉണ്ട്, രണ്ടാമത്തെ ഓവർടോൺ ആണ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആൻറ്റിനോഡിൻ്റെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു വൈബ്രേഷൻ 110ാമത്തെ മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചു. 110ാമത്തെ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വൈബ്രേഷനിൽ 110 ആൻറ്റിനോഡ് ഉണ്ട്. 110 ആൻറ്റിനോഡ് എന്താണെന്നൊക്കെ പഠിക്കണം കേട്ടോ. 110 ആൻറ്റിനോഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് കൂടുതൽ, 110 ആണെങ്കിൽ 111 നോഡ് ഉണ്ടായിരിക്കും, ഒന്ന് കുറവ്, 110ൽ നിന്ന് ഒന്ന് കുറവ്, 109ാമത്തെ ഓവർടോൺ ആയിരിക്കും. ഇതൊരു ടിപ്പ് മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം പഠിച്ചത് കൊണ്ട് ഒന്നും ആയി എന്നല്ല പറയുന്നത്. ഫിസിക്സ് എന്ന് പറയുന്നത് കടൽ പോലെ കിടക്കുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ മിനിമം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു ഡീപ്പ് നോളജ് കൂടി കൊണ്ടുപോയാൽ മാത്രമേ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഉയർന്ന വിജയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നല്ലോണം വർക്ക് ചെയ്യുക. +1 എന്ന് പറയുന്നത്, +1 ഫിസിക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി, ഒരു റിവിഷൻ സമ്മറി എന്ന് പറയുന്നത്. മിനിമം ഇത്രയെങ്കിലും പഠിക്കണം, ഇത്രയെങ്കിലും ഡീപ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഡീപ്പായിട്ട് പഠിച്ചാൽ, ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് കഴിയാൻ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പണിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.